ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇതാണ് ബോഗൻവില്ലയിലെ മിസ് വേൾഡ് എന്ന വെറൈറ്റി. വളരെ മുന്നേ തന്നെയുള്ള ഹൈബ്രിഡ് വെറൈറ്റി ആണെങ്കിൽ കൂടി ഇന്നും ഇതിന് നല്ല ഡിമാൻഡുണ്ട്. കാരണം ഇതിൻ്റെ ഭംഗി തന്നെയാണ്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വളരെ ഭംഗിയുള്ളതാണ്. അതുപോലെ ഇത് വളരെ ബുഷിയായി വളരുന്ന ടൈപ്പാണ്. ഒരുപാട് നീണ്ടു പോവാതെ ബുഷിയായി വളരുകയും ബുഷായി പൂത്ത് ഉലഞ്ഞു നിൽക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് മിസ് വേൾഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വെറൈറ്റി കൂടിയാണ് മിസ് വേൾഡ്. വളരെ ഭംഗിയില്ലേ ഇത് കാണാൻ? ഇതാണ് ബ്രസ റെഡ്. ബോഗൻവില്ലയിലെ ബ്രസ റെഡ് എന്ന വെറൈറ്റിയാണിത്. ഒരു 2 വർഷം മുന്നേ ഒക്കെ ഇറങ്ങിയ ഹൈബ്രിഡ് വെറൈറ്റിയാണിത്. ഇതും ബുഷായി വളരുന്ന ഇനം തന്നെയാണ്. നിറയെ കുനുകുനാ പൂക്കൾ ഉണ്ടാവുന്ന പ്ലാന്റാണിത്. അതുപോലെ ഇതിൻ്റെ ഇലകളും വളരെ ചെറിയ ഇലകളാണ്. ഇത് കമ്പ് പിടിപ്പിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഗ്രാഫ്റ്റിങ്ങിലാണ് കൂടുതൽ വിജയകരമായി കാണാറുള്ളത്. എങ്കിലും കമ്പും കിളിർത്ത് കിട്ടുന്നുണ്ട്. ഇത് ബ്രസ റെഡ് എന്നാണ് പേരെങ്കിൽ കൂടി എക്സാക്റ്റ് റെഡ് അല്ല, എങ്കിലും ചുവപ്പിൽ പെടുന്ന ഒരു ഇനം കൂടിയാണ്. വളരെ ഭംഗിയുള്ള ഒരു വെറൈറ്റി തന്നെയാണ് ബ്രസ റെഡ്. ഇതാണ് ബോഗൻവില്ലയിലെ ഗോൾഡൻ സമ്മർ പർപ്പിൾ എന്ന വെറൈറ്റി. ഇത് ഞാനിത് ഓൾറെഡി ഹാങ് ചെയ്തിട്ട പ്ലാന്റാണ്. വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്ത് താഴ്ത്തി വെച്ചു. ഇത് ഹാങ് ചെയ്യാൻ പറ്റിയ പ്ലാന്റാണ്. കാരണം വളരെ ലോലമായി താഴോട്ട് തൂങ്ങിക്കിടക്കുന്ന ഒരു സ്റ്റൈലിലാണ് ഈ പ്ലാന്റ് വളരുന്നത്. ഒരു ഇളം ലാവൻഡർ കളറ്, കുനുകുനാ പൂവ്, കുഞ്ഞു പൂവായിരിക്കും. അതുപോലെ വെരിഗേഷനിൽ ഗോൾഡൻ നിറത്തിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. ബോഗൻവില്ലയിലെ നല്ലൊരു വെറൈറ്റിയാണ് ഗോൾഡൻ സമ്മർ പർപ്പിൾ.